ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പാലായിലെ കടപ്പാട്ടൂർ തറവാട്ടിലെ വീട്ടുവേലക്കാരിയിൽ നിന്നും കുളത്തൂപ്പുഴയിലെ റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ ഏക മകളെന്ന രാജകീയ പദവിയിലേക്ക് അനീല എത്തിയെങ്കിലും അവളുടെ മനസ്സിലെ പ്രണയവും ആശങ്കകളും മാറുന്നില്ല. അലീനയെ കാണാനായിട്ട് മനുശങ്കർ കുളത്തൂപ്പുഴയിലെ സ്റ്റാൻലിയുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് എത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ എസ്റ്റേറ്റിൻ്റെ അതിർത്തിയിലെത്തിയ ഒരു ഓട്ടോറിക്ഷയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. കാടിനോട് ചേർന്ന ആ വലിയ ഗാർഡന് മുന്നിൽ ഓട്ടോ വന്ന് നിൽക്കുന്നു. മനുശങ്കരാണെങ്കിൽ ഓട്ടോ ഡ്രൈവറോട് എന്താ ചേട്ടാ വണ്ടി അകത്തേക്ക് കയറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സാറേ, എന്നെ കൊണ്ട് അതിനുള്ളിൽ വണ്ടി കയറ്റാൻ പറ്റില്ല. ആ വീടിനകത്തേക്ക് പോകാൻ എനിക്ക് ഭയമാണ്. അവിടെ നിറയെ സിംഹത്തെയും കടുവകളെയും പോലുള്ള ഭീകരൻ നായ്ക്കളാണ്. അവറ്റകളെ മിക്കപ്പോഴും അഴിച്ചിട്ടിരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് എന്നെ ക്ഷമിക്കണം സാറേ. കാശ് തന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഓട്ടോ ഡ്രൈവർക്ക് പണം നൽകി സാവധാനം മനുശങ്കർ ആ ഭീമൻ ബംഗ്ലാവിലേക്ക് നടക്കുന്നുണ്ട്. മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്നതും അലഞ്ഞു തിരിയുന്നതുമായിട്ടുള്ള നായ്ക്കളുടെ വിറപ്പിക്കുന്ന നോട്ടങ്ങൾ കണ്ടപ്പോൾ മനുവിൻ്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ട്. എങ്കിലും ഉള്ളിലെ ധൈര്യം സംഭരിച്ചുകൊണ്ട് മനു മുൻപോട്ട് തന്നെ നടക്കുന്നുണ്ട്. സീറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്ന അലീന കണ്ടത് അത്ഭുതത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന മനുവിനെയാണ്. അലീനയാണെങ്കിൽ, ദൈവമേ, ഇതാരും മനുവേട്ടനോ? ഭയങ്കര അതിശയമായി പോയല്ലോ മനുവേട്ട, എന്തോ ഒന്ന് ഫോൺ വിളിച്ചു പോലും പറയാതെ വന്ന് എന്ന് ചോദിക്കുന്നു. നിന്നെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാം എന്ന് കരുതിയെന്ന് തിരിച്ചു മറുപടി കൊടുക്കുകയാണ് മനു. മനുവേട്ടനകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അലീന മനുവിനെ ലിവിംഗ് റൂമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ട് സ്റ്റാൻലിയുടെ അപ്പച്ചനായിട്ടുള്ള ഔദക്കുട്ടി വരുന്നത്. വല്യപ്പച്ച, ഇതാണ് മനുവേട്ടൻ, എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകൻ. മനുവേട്ട, ഇതാണ് എൻ്റെ വല്യപ്പച്ചൻ, പപ്പയുടെ അപ്പച്ചൻ. മനു ഔദക്കുട്ടിയെ വണങ്ങുന്നുണ്ട്. അലീനയാണെങ്കിൽ മനുവിനായിട്ട് ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ വല്യപ്പച്ചൻ മനുവിനോട് വീട്ടിലെ വിശേഷങ്ങളും ബാംഗ്ലൂരിലെ അവൻ്റെ ജോലിയെക്കുറിച്ചുമെല്ലാം അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് ചായയും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് അലീന തിരിച്ചെത്തുന്നു. ചായ കുടിച്ചതിന് ശേഷം അലീന മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടൻ വാ, എൻ്റെ പപ്പയെ കണ്ടിട്ടില്ലല്ലോ, നമുക്ക് പപ്പയുടെ അടുത്തേക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ സ്റ്റാൻലിയുടെ റൂമിലേക്ക് പോകുന്ന വഴി മനു മനസ്സിൽ തോന്നിയ സംശയം അലീനയോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അലീന നിൻ്റെ പപ്പ? എൻ്റെ അങ്കിളിനേക്കാൾ ബെറ്ററാണോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല മനുവേട്ടാ. കടപ്പാട്ടൂരിലെ അച്ഛൻ നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കും. ആ സ്നേഹം പുറത്ത് കാണിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടുത്തെ പപ്പയ്ക്ക് ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കില്ല. എപ്പോഴും പട്ടാള ചിട്ടയും ഗൗരവവുമാണ് എന്ന് പറയുമ്പോൾ, അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ തൻ്റെ പപ്പ എന്ന് ചോദിക്കുന്നതും, പ്രശ്നക്കാരനൊന്നും അല്ല മനുവേട്ടാ, ആളൊരു പാവം തന്നെയാണ്, പുറമേക്ക് ഈ ഗൗരവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. ആട്ടെ, നിൻ്റെ പപ്പയുടെ അപ്പച്ചൻ ആളെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് മനുവേട്ടാ. പുനരൂരിൽ നിന്നും വല്യപ്പച്ചൻ ഇങ്ങോട്ട് വന്നത് തന്നെ എന്നെ ഇവിടുന്ന് നാട് കടത്താനാണ്. എന്നാൽ എന്നെ കണ്ടപ്പോൾ വല്യപ്പച്ചൻ്റെ തീരുമാനം അങ്ങ് മാറി. മരിച്ചുപോയ വല്യപ്പച്ചൻ്റെ ഭാര്യ, അതായത് എൻ്റെ പപ്പയുടെ അമ്മച്ചി ചിന്നമ്മയെ പോലെയാണ് ഞാനത്ര. എൻ്റെ നടത്തവും നോട്ടവും സംസാരവും എല്ലാം വല്യമ്മച്ചിയെ പോലെയാണെന്ന് പറയുന്നു. അതോടെ എന്നെ പുറത്താക്കാനുള്ള വല്യപ്പച്ചൻ്റെ ആഗ്രഹം തീർന്നു. ഇപ്പം എന്നെ ജീവനാണ്, എങ്ങോട്ടും വിടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന സംസാരിക്കുന്നത് കേട്ട് മനു അല്പം അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവളിപ്പോൾ ആകെ മാറി സംസാരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ സന്തോഷവും ചെറിയൊരു പൊങ്ങച്ചൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ലത് നടക്കട്ടെ എന്ന് മനു മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് സ്റ്റാൻലിയുടെ റൂമിലെത്തുമ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ ആരുമായിട്ടോ ഫോണിൽ ഗൗരവമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അവിടുത്തെ പരിസരവും മദ്യക്കുപ്പികളും തനിക്ക് ചുറ്റും അടയോറോ പറഞ്ഞു നിൽക്കുന്ന ഭീകരൻ നായ്ക്കളെയും മനു കൗതുകത്തോടെ തന്നെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ചില നായ്ക്കൾ മനുവിന് നേരെ ഉറച്ചു നോക്കി വിറപ്പിക്കാൻ തുടങ്ങുമ്പോൾ അലീന കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് നായ്ക്കളോട് പറയുന്നുണ്ട്, ഉപദ്രവിക്കരുത്, ഇതെൻ്റെ ആളാണ്. അത് കേട്ടതും ആ ഭീകര നായ്ക്കളാണെങ്കിൽ അവിടെ ശാന്തരായിട്ട് തന്നെ കിടക്കുന്നു. അങ്ങനെ ഫോൺ സംഭാഷണം കഴിഞ്ഞതും അലീന മനുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്റ്റാൻലി മനുവിന് ഷേക്ക് ഹാൻഡ് നൽകുന്നു. എന്നിട്ട് ഇരിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ മുഖത്ത് വലിയൊരു തണുപ്പൻ മട്ട് തന്നെയായിരുന്നു. വൈജയന്തിയുടെ സഹോദരൻ്റെ മകനാണ് മനു എന്നതുകൊണ്ട് തന്നെ സ്റ്റാൻലിക്ക് മനുവിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. മനുശങ്കർ, അലീനയെ ഇവിടെ എത്തിച്ചതോടുകൂടി പാലക്കാരുടെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നുള്ള സ്റ്റാൻലിയുടെ ആ വാക്കുകൾ മനുവിൻ്റെ ഹൃദയത്തിൽ തന്നെ തുളച്ചു കയറുന്നുണ്ട്. അലീനയെ തനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമോ എന്ന വലിയൊരു ഭയം മനുവിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നുണ്ട്. തുടർന്ന് സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, അലീന ഇവനെ ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടാവൂ എന്ന് പറയുന്നു. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം അലീന മനുവിനെ വീടിൻ്റെ പരിസരമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൊള്ളാലോ അനീല, നിൻ്റെ വീട്, നീ ഇപ്പോൾ ആ പഴയ അലീനയല്ല, ഇവിടുത്തെ രാജാവിൻ്റെ മകളാണ്, വലിയ സമ്പന്നയായി പോയല്ലോ എന്ന് പറയുമ്പോൾ, എനിക്കിതൊന്നും വേണ്ട മനുവേട്ടാ, ഞാനിതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം പപ്പയുടെ ബാക്കി മക്കൾക്ക് തന്നെ കൊടുത്തോട്ടെ.
എനിക്ക് പപ്പയുടെ സ്നേഹം മാത്രം മതി എന്ന് പറയുമ്പോൾ എനിക്കറിയാം അലീന, നിന്നെ എനിക്കറിയാവുന്നതല്ലേ, ഞാൻ തമാശ പറഞ്ഞതാണ്. ആട്ടെ, നീ വീടെല്ലാം കാണിച്ചു തന്നു, പക്ഷെ ഒരു സ്ഥലം ഒഴികെയെന്ന് പറയുമ്പോൾ എൻ്റെ റൂമല്ലേ, അത് സർപ്രൈസ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. തുടർന്ന് അനീന മനുവിനെയും കൂട്ടി തൻ്റെ മുറിയിലേക്ക് പോയി വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ മുറി കണ്ട മനുവിൻ്റെ കണ്ണുകൾ ശരിക്കും തള്ളിപ്പോകുന്നുണ്ട്. കൊള്ളാലോ അലീന, ഇതൊരു 7 സ്റ്റാർ ഹോട്ടലിലെ സ്യൂട്ട് റൂം പോലെ ഉണ്ടല്ലോ, ഒരു വീട്ടിലേക്ക് വേണ്ട സകല സൗകര്യങ്ങളും ഇതിനകത്തുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി തന്നെയാണ് പപ്പ എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചത് എന്ന് പറയുമ്പോൾ, ഇപ്പം എനിക്ക് മനസ്സിലായി അലീന, ഈ വീട്ടിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന്. വീട്ടിൽ മാത്രമല്ല മനുവേട്ട, പപ്പയുടെ മനസ്സിലും. അങ്ങനെ അലീനയുടെ ആ വാക്കുകൾ കേട്ട് മനു അല്പം മൗനം പാലിക്കുന്നുണ്ട്. പാലായിലെ കടപ്പാട്ടൂരിലെ മേനോൻ അങ്കിളിൻ്റെ വീട്ടിലെ വേലക്കാരിയിൽ നിന്നും കുളത്തൂപ്പുഴയിലെ എസ്റ്റേറ്റ് ഉടമയും റിട്ടയേർഡ് കേണലുമായ സ്റ്റാൻലി ജോസഫിൻ്റെ മകളിലേക്ക് ദീർഘദൂരം അവൾ സഞ്ചരിച്ചു കഴിഞ്ഞു എന്ന് മനുവിന് മനസ്സിലാകുന്നുണ്ട്. ഇല്ല, അലീനയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഇവൾ എൻ്റെ പെണ്ണാണ് എന്ന് മനസ്സിലുറപ്പിച്ച് മനു അലീനയുടെ കവിളിൽ മെല്ലെ തലോടുന്നുണ്ട്. തുടർന്ന് മുഖം കുനിച്ച് അവളുടെ കണ്ണുകളിൽ ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അലീനയുടെ ഉള്ളിൽ നിന്നും ഒരു തേങ്ങൽ ഉയരുന്നുണ്ട്. എന്ത് പറ്റി അലീന എന്ന് മനു ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മനുവേട്ട എന്ന് പറയുന്നതും, നിന്റെ കണ്ണുനീരെന്നെ ഭയപ്പെടുത്തുന്നുണ്ട് അലീന, എന്നാൽ പോയിക്കോട്ടെ എന്ന് യാത്ര ചോദിക്കുകയാണ് മനു ചെയ്യുന്നത്. അങ്ങനെ അലീന പോയിക്കോളാനായിട്ട് സമ്മതം മൂളുന്നതും ഡ്രൈവറായിട്ടുള്ള ബൈജുവിനെ വിളിച്ച് മനുവിനെ ബസ് സ്റ്റാൻഡിലാക്കാനായിട്ട് അലീന ചുമതലപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മനു കാറിൽ കയറാൻ നേരം വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ അലീനയെ നോക്കുന്നുണ്ട്. 1000 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നെങ്കിലും വാക്കുകൾ പുറത്തു വന്നില്ല. അങ്ങനെ കാറ് നീങ്ങിയപ്പോൾ അലീന കൈവീശി യാത്ര പറയുന്നുണ്ട് മനുവിനോട്. പിന്നീട് ജനലിലൂടെ ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്ന സ്റ്റാൻലിയും വല്യപ്പച്ചനും അവർ തമ്മിലുള്ള തീവ്രമായിട്ടുള്ള ഒരു ബന്ധം തിരിച്ചറിയുന്നുണ്ട്. അപ്പച്ച അവർക്കിടയിൽ എന്തൊരടുപ്പമാണ്, അവനിപ്പോൾ അവളെ കാണാൻ എന്തിനാണ് വന്നതെന്ന് വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും അവൻ പറഞ്ഞില്ല, ഞാൻ മോളോട് ചോദിക്കാമെന്ന് ഔദക്കുട്ടി പറയുന്നതും, അവൻ അവളോട് കാണിക്കുന്ന ആ അടുപ്പം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ബാലചന്ദ്രമേനോൻ അവളെ കാണാൻ വരുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ആ കുടുംബത്തിലെ മറ്റു ബന്ധുക്കൾ എൻ്റെ മകളെ കാണാൻ വരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അവൾക്ക് നമ്മളല്ലാതെ വേറെ ബന്ധുക്കൾ വേണ്ട, അവൾ എൻ്റെ ചോരയാണെന്ന് പറയുമ്പോൾ, എടാ ലാലച്ച, അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ല, നീ എടുത്തു ചാടി ഒന്നും പറയാൻ നിൽക്കണ്ട, കാര്യങ്ങൾ ഞാൻ ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് സങ്കടത്തോടെ നിൽക്കുന്ന അലീനയുടെ അടുത്തേക്ക് വല്യപ്പച്ചൻ എത്തുന്നുണ്ട്. മോളെ, നിനക്ക് എന്താ പറ്റിയത്, അവൻ പോയതിൽ നിനക്ക് വിഷമാണോ എന്ന് ചോദിക്കുമ്പോൾ, വിഷമമായോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് വിഷമമായി വല്യപ്പച്ച എന്ന് പറയുന്നത്, നിനക്ക് എങ്ങനെ അവനുമായിട്ട് ഇത്ര പരിചയം, അവൻ വേറെ വീട്ടിലല്ലേ താമസം, പോരാത്തതിന് ബാംഗ്ലൂരിലല്ലേ ജോലി എന്നെല്ലാം ചോദിക്കുമ്പോൾ, അതൊക്കെ ശരിയാണ് വല്യപ്പച്ച, പക്ഷേ മനുവേട്ടൻ അച്ഛനുമായിട്ട് വലിയ കൂട്ടാണ്, അതുകൊണ്ട് ഇടയ്ക്കിടെ വീട്ടിൽ വരുമായിരുന്നു. ഞാൻ അവിടെ വെറും ഒരു വേലക്കാരിയായിരുന്നിട്ട് കൂടി മനുവേട്ടൻ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ആ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ മനുവേട്ടനാണ് എന്നെ താങ്ങി നിർത്തിയത്. എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്നോട് യുദ്ധം ചെയ്തപ്പോൾ എനിക്ക് തണലായത് മനുവേട്ടനാണെന്നും പറയുന്നു. അവനറിയാമോ മോളെ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ, അറിയാൻ വല്യപ്പച്ച, മനുവേട്ടൻ്റെ എല്ലാം അറിയാമെന്ന് പറയുന്നുണ്ട് അലീന. അവന് നിന്നോടുള്ള താല്പര്യം അതെങ്ങനെയുള്ള താല്പര്യമാണ്, അവൻ നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അലീന അല്പം മൗനം പാലിച്ചതിന് ശേഷം പറയുന്നുണ്ട്, മനുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇഷ്ടം എന്ന് പറയുന്നതും, ഞെട്ടലോട് കൂടിയിട്ട് എന്ത് ലാലച്ചൻ്റെ എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിന് ഈ സ്വത്തിലായിരിക്കും മോളെ എന്ന് പറയുന്നതും, ഒരിക്കലും ഇല്ല വല്യപ്പച്ച, മനുവേട്ടൻ എന്നെ സ്നേഹിച്ചത് ഞാൻ ഒരു അനാഥയാണെന്ന് അറിഞ്ഞപ്പോൾ മുതലാണ് എന്ന് പറയുന്നുണ്ട് അലീന. അതൊക്കെ പോട്ടെ മോളെ, നിനക്ക് അവനെ തിരിച്ചിഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ, അതേ വല്യപ്പച്ച, എനിക്ക് മനുവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്, എന്നെ ഒരു പെങ്ങളായിട്ട് കാണണമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവസാനം എൻ്റെ മനസ്സിലും മനുവേട്ടനോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. മോളെ, നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അമ്മയുടെ ആങ്ങളയുടെ മകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ആങ്ങളയെ പോലെയാണ്, നീ അവനെ അങ്ങനെ കരുതണം എന്നെല്ലാം പറയുമ്പോൾ, ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് കരുതിയത് വല്യപ്പച്ച, പക്ഷേ ഇപ്പോൾ എനിക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല, മനുവേട്ടൻ എനിക്ക് വിധിച്ചതാണെങ്കിൽ കർത്താവ് മനുവേട്ടനെ എനിക്ക് തന്നെ തരുമെന്ന് പറയുന്നുണ്ട് അലീന. പിന്നീട് അലീന മുറിയിലേക്ക് പോയതും വല്യപ്പച്ചൻ രോഷത്തോടുകൂടി സ്റ്റാൻലിയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. അപ്പച്ചൻ അലീനയോട് സംസാരിച്ചോ, നമ്മൾ വിചാരിച്ചതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതേ ലാലച്ച, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ, പക്ഷേ അതിൽ നമ്മുടെ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല, ആ മനുശങ്കറാണ് അവളെ വശീകരിച്ച് ഉള്ളിൽ ഇഷ്ടം ഉണ്ടാക്കിയിട്ടതെന്ന് പറയുമ്പോൾ സ്റ്റാൻലിക്കാണെങ്കിൽ അത് കേട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇല്ല അപ്പച്ച, ഞാനിതൊരിക്കലും അംഗീകരിക്കില്ല, ആ കുടുംബവുമായിട്ട് ഇനിയൊരു ബന്ധത്തിന് ഞാൻ തയ്യാറല്ല. എൻ്റെ മകൾ 23 വർഷം അനാഥയായി ജീവിക്കാൻ കാരണം ആ കുടുംബമാണ്, അവരോടുള്ള പക ഈ ജന്മം തീരില്ല. എൻ്റെ മോളെ ചോദിച്ച് അവൻ ഇനി ഈ പടി കടക്കട്ടെ, സ്റ്റാൻലി ജോസഫ് ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേയുള്ളൂ എന്നെല്ലാം രോഷത്തോടു കൂടി തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട് സ്റ്റാൻലി. ലാലച്ച, നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, അലീനയും അവനെ സ്നേഹിക്കുന്നുണ്ട്, നീ അവനെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ അലീന നിൻ്റെ ശത്രുവായിട്ട് മാറും,
തന്ത്രപൂർവ്വം വേണം കാര്യങ്ങൾ ചെയ്യാനെന്നും പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പച്ച, എത്രയും പെട്ടെന്ന് അലീനയുടെ വിവാഹം ഞാൻ നടത്തും. അത് സമ്പന്നനായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരനെ കൊണ്ട് തന്നെ ആയിരിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി. എന്താ, അവൾക്ക് വെറും 24 വയസ്സിലേ ആയുള്ളൂ. ഇത്ര ചെറുപ്പത്തിൽ അവളുടെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഔദക്കട്ടി പറയുന്നതും, എൻ്റെ മകളുടെ കല്യാണം നടത്താൻ എനിക്ക് അപ്പച്ചൻ്റെ സമ്മതം വേണ്ട എന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. എൻ്റെ സമ്മതം നിൽക്കട്ടെ, അവളുടെ സമ്മതം വേണ്ടേ? 2 കൊല്ലത്തേക്ക് വിവാഹത്തിന് സമ്മതിക്കരുതെന്ന് ഞാൻ അവളോട് പറയും. അപ്പോൾ നീ എന്ത് ചെയ്യും ലാലച്ച എന്ന് പറയുമ്പോൾ, അപ്പച്ചൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോയിക്കോ. ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ വഴക്കിലാകും അവസാനിക്കുക. അല്ലെങ്കിലും അപ്പച്ചനെ സംരക്ഷിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. സ്വത്തുക്കളൊക്കെ ഇളയ മകൻ ലോപിച്ചനല്ലേ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ഔദക്കുട്ടിയുടെ നേരെയും ദേഷ്യപ്പെടുന്നു. ഇത് കേൾക്കുന്ന ഔദക്കുട്ടിയാണെങ്കിൽ ദേഷ്യത്തോടെ സ്റ്റാൻലിയുടെ ഷർട്ടിനെ പിടിച്ചിട്ട്, നിർത്തടാ, നീ വലിയ കേണലാണെന്നും മുതലാളിയാണെന്നും പറഞ്ഞ് എൻ്റെ മുന്നിൽ തുള്ളണ്ട. നിനക്ക് സ്വത്ത് വേണ്ടെന്ന് വെച്ചതുകൊണ്ടല്ലേടാ അത് റോബിച്ചിന് കൊടുത്തത്. അടിച്ച് നിൻ്റെ കാരണം പോയിക്കുമെന്ന് പറയുന്നുണ്ട് ഔദക്കുട്ടി. എന്തൊക്കെ പറഞ്ഞാലും 1 വർഷത്തിനകം ഞാൻ എൻ്റെ മകളുടെ വിവാഹം നടത്തിയിരിക്കും. അതൊരു ക്രിസ്ത്യൻ പയ്യനെ കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ, വിവാഹം നിൻ്റെ മാത്രം തീരുമാനമല്ല ലാലച്ച. നിലവിൽ മനുശങ്കറാണ് അവളുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ നീ ഒരു കല്യാണ ആലോചനയുമായിട്ട് പോയി കഴിഞ്ഞാൽ വന്ന ഉടൻ ബാധ്യത ഒഴിവാക്കാൻ നോക്കുകയാണെന്ന് അവൾ കരുതൂ. നീ ഇപ്പോൾ കല്യാണത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അവളുടെ മനസ്സിൽ നിന്നും ആ ചെറുപ്പക്കാരനെ ഒഴിവാക്കാനാണ് എന്നെല്ലാം ഔദക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നു. അപ്പച്ചൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. ബാലചന്ദ്രൻ ഒഴികെ ആ കുടുംബത്തിലെ ആരെയും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതില്ല എന്നും. അങ്ങനെ കോപത്തോടെ പുറത്തേക്ക് ഇറങ്ങിയ സ്റ്റാൻലി വിഷമത്തോടെ നിൽക്കുന്ന അലീനയുടെ മുന്നിലെത്തി പറയുന്നുണ്ട്, അലീന, ഇന്നിവിടെ വന്ന ചെറുപ്പക്കാരൻ നിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകനാണ്. അവൻ നിന്നെ കാണാൻ വന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ഇനിമേലിൽ ബാലചന്ദ്രൻ ഒഴികെ ആ കുടുംബത്തിൽ നിന്നും ആരും നിന്നെ തിരക്കി ഇവിടെ വരാൻ പാടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കുടുംബമാണ് നിൻ്റെ അമ്മയുടേത്. അവിടെ നിങ്ങോട്ട് ആരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്നെ ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് പറയുന്നു. അത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ നിന്നും ദേഷ്യത്തോടു കൂടിയാണ് നടന്നു പോകുന്നത്. പപ്പയുടെ കടുപ്പമേറിയ വാക്കുകൾ കേട്ട് പ്രണയത്തിനും സ്വന്തം പിതാവിൻ്റെ വെറുപ്പിനും മധ്യത്തിൽപ്പെട്ട് ആകെ തകർന്നു നിൽക്കുന്ന അലീന തകർന്നു പോവുകയാണ് അലീന ചെയ്യുന്നത്. എന്തായാലും വരാനിരിക്കുന്നത് നല്ല അടിപൊളി എപ്പിസോഡുകളാണ്. ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്